കുട്ടി വീണ് ചിരകി പൊളിഞ്ഞി ഇരിക്കുകയാണ് ഇവിടെ. നല്ലതിനപ്പുറം ചാടിക്കടന്നവനാണ് നമുക്ക് അറിയാൻ ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് എന്നുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ നടത്തൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഇതാ ഇന്ന് കുറച്ച് ചിക്കനും മീനും വാങ്ങിച്ചിട്ടുണ്ട്. കുറേ കാലമായത് ഒരു കുക്കിംഗ് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പം നല്ല ചിക്കൻ, ഞാനും അതെ കുറേ കാലമായിട്ടോ ഇങ്ങനെ ചിക്കനും മീനൊക്കെ വാങ്ങിയിട്ട്. അപ്പം ചിക്കൻ 1 കിലോ, മീൻ ഞാൻ നാളേക്ക് എടുത്ത് വെക്കണം, എന്തായാലും വാങ്ങില്ല. അപ്പം ഞാൻ നാളേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചോറ് ഇതാ ഇവിടെ റെഡിയായി. വെച്ചിട്ട് വയ്യ സത്യം പറഞ്ഞാൽ. രാവിലെ പറഞ്ഞ പോലെ സ്മൂത്തി മോട്ട്സ് ഒക്കെ കഴിക്കണ കാരണം ഉച്ചയാകുമ്പോഴേക്കും കുടലുമാല കരി കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറിൻ്റെ കൂടെ ചിക്കൻ നല്ല ടേസ്റ്റ് അല്ലേ. ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ എപ്പോഴും ബിരിയാണി ആവും, അല്ലെങ്കിൽ എപ്പോഴും ഫ്രൈഡ് റൈസ് ആവും. അപ്പം ഇന്ന് എനിക്ക് ചോറിൻ്റെ കൂടെ ചിക്കൻ ഒന്ന് കഴിക്കാൻ കൊതി, നാടൻ ചിക്കൻ കഴിക്കാനൊരു കൊതി. അപ്പം ഞാൻ അതുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ മിത്തുക്കുട്ടിയുണ്ട്. മിത്തുക്കുട്ടി ഇന്ന് ലീവാണ്. നാളെ എക്സാം, ഈ ആഴ്ച ഫുൾ എക്സാമും കാര്യം. അപ്പം ഇന്നിപ്പോൾ ഫീൽഡ് ട്രിപ്പൊക്കെ ആയ കാരണം മിത്തുനിന്ന് വയ്യ ഒന്നാമത്. അപ്പം ഇന്ന് പോകുന്നില്ല, ആ വെയിലും കൂടെ കൊണ്ടാ വയ്യാതെയാവുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയിട്ടില്ല. അപ്പം മിത്തും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചിക്കൻ വെക്കുന്നത് കേട്ടോ. ഇതാ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ ചെറിയ ഉള്ളിയും കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി, ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് അമ്മയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ. അപ്പം അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കനിൽ ഒന്നെങ്കിൽ പെരട്ടും, പൊടികളൊക്കെ പെരട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്യും പൊടികൾ. അപ്പം ഞാനൊന്ന് പൊടികളൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാട്ടോ. അപ്പൊ സാധാരണ അമ്മയൊക്കെ അങ്ങനെയാണ് വെക്കാറ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. അതായത് ചിക്കനൊക്കെ ഇങ്ങനെ, അയ്യോ ഇത് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടായി. അപ്പൊ ഞാനൊന്ന് ഓഫ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എത്രയാണോ വേണ്ടത് അതൊക്കെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ. അപ്പൊ മിത്തുക്കുട്ടി ഇവിടെ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നാളത്തെ എക്സാം. നാളെ ഏതാ എക്സാം? കമ്പ്യൂട്ടർ പഠിക്കാതിരിക്കുക. പക്ഷെ കുറെ നേരം 1 മണിക്കൂറായി തുടങ്ങിയിട്ട് ഇവിടെ ഇന്നെന്താ അമ്മ, ഇന്നെന്താ ഉച്ചയ്ക്ക്, എന്താ സ്പെഷ്യല്, അത് നമുക്കറിയാലോ. നമ്മളൊക്കെ പഠിക്കാതിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും വേണം ഇവിടെ കിച്ചണിന്ന് കേട്ടാൽ പിന്നെ ഇവിടെ സ്ഥിരം കുറ്റിയാണ്. ഇനി ഫുഡ് കഴിക്കുന്നവരെ കാര്യമായി പഠിക്കാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല അല്ലേ. സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. മണം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മണം ആയിട്ട് മിത്തുവിന് ഇങ്ങോട്ട് പഠിക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ല അല്ലേ മിത്തു? ഫോക്കസ് കിട്ടുന്നില്ല അല്ലേ. വേണ്ട ഞാൻ ആക്കാം. അയ്യോ സോറി. മിത്തുക്കുട്ടി വീണ് ചിരകി പൊളിഞ്ഞി ഇരിക്കുകയാണ് ഇവിടെ. അതാണ് ഇപ്പൊ അവസ്ഥ. സൈക്കിൾ ഓടിച്ച് പറയടാ, സൈക്കിൾ ഓടിച്ച് 1 ഡേയിൽ തന്നെ സൈക്കിൾ പഠിച്ച് ഓവർ കോൺഫിഡന്റ് ആയി. ഭയങ്കര സൈക്കിൾ ഓടിക്കലാണ് ഇവിടെ. വൈകുന്നേരമായ ഒരു 1 അവർ ഇങ്ങനെ തല കുത്തി മറിയും. അപ്പൊ സാധാരണ എല്ലാ കുട്ടികളും സൈക്കിൾ ഓടിക്കുമ്പോഴാണ് വീഴുക അല്ലെ. സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോഴാണ് വീഴുക. ഇത്തിങ്ങനെ പറയുമായിരുന്നു, കണ്ടോ എല്ലാവരും വീണിട്ടാ പഠിക്കുക, ഞാൻ വീഴാതെ എക്സ്പേർട്ടായി എന്നൊക്കെ ഡയലോഗ് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്നലെ കരങ്ങി പൊളിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ സൈക്കിളിൽ നിന്ന് ഏതൊരു കുട്ടി വന്നിട്ട് അല്ലെ, ഒരു കുട്ടി വന്ന് തട്ടിട്ടോന്നോ, കുട്ടി തട്ടിയിട്ടതല്ല, കുട്ടികൾ അത് തന്നെ എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ഈ ബോയ്സ് എന്ന് പറയുമ്പോ അവര് എന്ന് പറഞ്ഞാൽ അവർക്ക് വീണാലും ശരി എന്തോ ഒരു വിഷയമല്ല. അവര് അവരുടേതായ പാട്ടിലിങ്ങനെ. പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല. അവര് ആൺകുട്ടികൾ അത് കൂടെ വരുമ്പോഴേക്കും ഇവർക്ക് പ്രശ്നങ്ങളായി അല്ലേ. ആ ഒരു പ്രായത്തിലൊക്കെ കാണാലോ. കാരണം പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ സപ്പോർട്ട് ഉണ്ട്. ബോയ്സിന് വീണാ എന്താ, വീണില്ലെങ്കിൽ എന്താ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണമെന്ന് ഞാൻ രംഷേട്ടന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മിത്തുവിന് വീണ എന്താ, രംഷേട്ടൻ പറഞ്ഞുള്ളൂ. ഛേ ഇത്ര കാലം ഇന്ന് ചോദിക്കാം, ഇത്ര കാലമായിട്ട് നീ വീണില്ലേ? ഒരു വീഴ്ചക്ക് ആവശ്യമാണ്. കാരണം രംഷേട്ടന് അറിയാം, രംഷേട്ടന് കയ്യും കാലും 1 ഇഞ്ച് സ്ഥലം ഉണ്ടായിരുന്നില്ലേ ചിരകി പൊളിഞ്ഞിട്ട് എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ മിത്തു അത്യാവശ്യം ശ്രദ്ധിച്ച് ഓടിക്കുക. അപ്പൊ ഇന്നലെ എന്തോ അങ്ങനെ ഉണ്ടായി. അപ്പൊ വീണ് ഫുൾ കയ്യ്, കാല്, ഇനി എവിടെയില്ല മുറിയാൻ. അപ്പൊ ഇന്ന് അതും കൂടി ഉണ്ട്. രാവിലെ എണീക്കാൻ വയ്യ, അട്ടക്കാൻ വയ്യ. അപ്പൊ ഇന്ന് അതിന്റെ ഇടയിൽ ഫീൽഡ് ട്രിപ്പും കൂടെ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാൻ വിട്ടില്ല. അയ്യോ മിക്ക ആകെ കുറച്ച്. അപ്പൊ ആ കയ്യും കാലൊക്കെ ചിരകി പൊളിഞ്ഞിരിക്കാൻ ആകെ. You can do it. You are brave girl. നല്ലതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ അമ്മയ്ക്ക്. കാർ ഓടിച്ചിട്ടാണ് ആൾക്കാരെ മേത്തേക്ക് കയറ്റിയിരുന്നത്. അപ്പൊ പിന്നെ ഒരു സൈക്കിളൊക്കെ ഓടിച്ചു അല്ലേ. ഒരു വീഴ്ചയൊക്കെ വേണം. ഞാനൊക്കെ ഫസ്റ്റ് ഡേ തന്നെ സൈക്കിൾ പഠിക്കണം എന്ന് തന്നെ ഏട്ടൻ
ഒരൊറ്റ ഉണ്ടായിരുന്നു കേട്ടോ, എന്നാ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് നേരെ അത് മുള്ള്, നാട്ടിലൊക്കെ മുള്ളല്ലേ ഉണ്ടാവാം, മിത്തു ഫുൾ മുള്ള്. അപ്പൊ ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മുടെ സംഭവം റെഡിയായി. മിത്തുക്കുട്ടി അവിടെ പോയിരുന്ന് പഠിക്കുമ്പോഴേക്കും അമ്മ അത് റെഡിയാക്കി തരാം കേട്ടോ. അപ്പൊ നമ്മൾ പൊടികളൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചു. അപ്പൊ ഇതിലാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇൻഡസ് വാലിയുടെ കാസ്റ്റ് അയണിലാണ്. കുറെ പേരിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോറ് നമ്മൾ വെച്ചതും ഇൻഡസ് വാലിയുടെ കുക്കറിലാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ, ഈ ഇൻഡസ് വാലിയുടെ. ഇത് 5 ലിറ്ററിന്റെയും 3 ലിറ്ററിന്റെയും 10 ലിറ്ററിന്റെയും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂപ്പൺ കോഡും അതുപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓൾറെഡി അവരുടെ സൈറ്റിൽ 40% വരെ ഓഫും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്ലസ് നമ്മുടെ സ്വപ്ന 12 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 12% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൽ പായസമൊക്കെ വെക്കാം. ഇതിന്റെ പലതും ഉണ്ട്. ഇതിന് ഭയങ്കര ഉപകാരം കേട്ടോ. ഇതാണ് ഞാൻ എപ്പോഴും ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന കുക്കർ. ഈ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതുപോലത്തെ ചിക്കനൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് നാടൻ ചിക്കൻ വെക്കുന്ന കാരണമാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ എല്ലാം കാസ്റ്റ് അയൺ തന്നെയാണ്. അപ്പൊ നാടൻ ചിക്കൻ വെക്കുന്ന കാരണം കുറച്ച് വലുത് എടുക്കാന്ന് വിചാരിച്ചു, കാരണം കുറച്ച് അധികം വേണം ചിക്കൻ വെക്കാൻ. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പർച്ചേസ് ചെയ്ത് ലാസ്റ്റ് ആ കൂപ്പൺ കോഡിന്റെ ഭാഗം കാണുമ്പോൾ നമ്മുടെ സ്വപ്ന 12 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ. നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് ചിക്കൻ കറിക്ക്. അപ്പോൾ ഈ ചട്ടി അതുപോലെ തന്നെ കാസ്റ്റ് അയൺ ഇതിലൊക്കെ നിങ്ങളൊന്ന് ഇത് ചെയ്തു നോക്കും. ചിക്കൻ കറി, മീൻ കറി പിന്നെ ഇതിൽ അത്ര നന്നാവില്ല, ചട്ടിയിലായിരിക്കും. പക്ഷെ ഇതിലൊക്കെ ചിക്കൻ ഇങ്ങനെ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കാസ്റ്റ് അയണിൽ തന്നെ എപ്പോഴും വെക്കണം. സംഭവം കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിങ്ങനെ കറുത്ത് ഇങ്ങനെ ഒരു പ്രത്യേക തരം മൊരിയിലാവും. കാരണം ഇതിന് നല്ല ചൂടല്ലേ, കാസ്റ്റ് അയൺ ഒരിക്കൽ ചൂടായാൽ പിന്നെ ആ ചൂട് ഇങ്ങനെ നിലനിൽക്കും. അപ്പൊ അതിന് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അത്ര കിട്ടില്ല. ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി, കാസ്റ്റ് അയണിൽ ഉണ്ടാക്കുമ്പോൾ അതിന് ഭയങ്കര ഒരു മൊരിപ്പായിരിക്കും. ആ ഒരു ടേസ്റ്റ് എന്തായാലും നമുക്ക് ചിക്കനിലും കാര്യങ്ങളിലൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ആദ്യത്തെ പരിപാടി ഞാൻ 3ാമത്തെ പ്രാവശ്യം ഇത് ഇടുന്നത്, ഇതെല്ലാം ഇടേണ്ടത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, അതിടാം. അപ്പൊ 1 കിലോ ചിക്കന്റെ അളവാണ് പറയണത്. ഞാനിവിടെ ഒരു 2 സവോള, ഒരു മീഡിയം സൈസ് 2 സവോള ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി വെക്കാം കേട്ടോ. ഇതിന്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ പോലെ ഇരുമ്പ് ചീനച്ചട്ടി ആയ കാരണമുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ എണ്ണ ഒഴിച്ച് എല്ലാം സിമ്മിൽ വെക്കണം. കാരണം ഇതിങ്ങനെ ചട്ടി പോലെ തന്നെ ചൂടായതുകൊണ്ടേയിരിക്കും. അപ്പൊ പെട്ടെന്ന് നോക്കിയില്ലെങ്കിൽ അതൊന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്തു, അതൊന്ന് റെഡിയായി. ഇനി നമുക്ക് എന്താണ്, ചെറിയ ഉള്ളി എടുത്താൽ അത്രയും ടേസ്റ്റ്. അപ്പൊ ഇതിൽ കുറേ ചെറിയ ഉള്ളി ഇല്ല, അപ്പൊ അതുകൊണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും ബാക്കി സവോള എടുത്തിരിക്കണം. പിന്നെ തക്കാളി എല്ലാം ഒരുമിച്ചിടാം. പിന്നെ പച്ചമുളക്, ചീനമുളക് ഉണ്ടെങ്കിൽ അടിപൊളി, അതായത് കാന്താരി മുളക് കിട്ടാം. അതുള്ളവർ അത് തന്നെ ഇടാം. ഇപ്പൊ അവിടെ ഇല്ല, നാട്ടിലൊക്കെ ആകുമ്പോൾ അത് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുള്ളവര് അത് തന്നെ ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേ. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള ചെറിയ ഉള്ളി തക്കാളി ഇതെല്ലാം കടന്നിട്ട് ഒന്ന് വഴറ്റിട്ട് കേട്ടോ. അപ്പൊ മിത്തുക്കുട്ടിയുടെ കാല് മുറിഞ്ഞ ലീവ് പ്രമാണിച്ച് ഇന്ന് സന്തോഷിപ്പിക്കാൻ ഒരു ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ മിത്തുവിൻ്റെ ഒരു സന്തോഷം, മിത്തുവിനെ പോലെയാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ കിട്ടുമ്പോൾ മിത്തുവിൻ്റെ ഒരു വല്ലാത്ത സന്തോഷമാണ്. നല്ല മണം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ വാങ്ങിയ മീന് ഉണ്ണിമേരിയാണ്. അന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടില്ലേ, കുറേ പേര് ചിരിച്ചുവിട്ടു ആ പേര് കേട്ടിട്ട്, ഉണ്ണിമേരിന്ന്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തുകൊണ്ട്. അപ്പൊ എൻ്റെ ഫ്രണ്ട് ആതിര, അവര് കോട്ടയമാണ്. അപ്പൊ ആ ഭാഗത്തൊക്കെ ഇത് നല്ലോണം ഉണ്ട്. അപ്പൊ അവളെ പറഞ്ഞ നല്ല ടേസ്റ്റ്. പക്ഷെ സംഭവം ശരിയുടെ കിട്ടു ടേസ്റ്റാണ്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റാണ്. ഇത് നമ്മുടെ പുതിയപ്പളക്കോര അല്ല. അന്ന് കുറേ പേര് പറയുന്നത് പുതിയപ്പളക്കോരയാണ്, അല്ല. കാരണം പുതിയപ്പളക്കോര നമ്മുടെ നാട്ടിലുള്ള മലപ്പുറം ആ സൈഡിൽ വള്ളുവനാട് സൈഡിലുള്ളതാണ്. അത് നമ്മളും വാങ്ങാറുണ്ട്. പിന്നെ കിളിമീൻ ചെമ്പൽ ഇതൊന്നും അല്ല കേട്ടോ. ഈ ഇത് എന്താ പറയാ ഉണ്ണിമേരി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്, കാണാൻ അതുപോലെ റെഡ് കളറ്. അപ്പൊ ഇത് ഞാൻ ഫ്രീസറിൽ വെക്കാം. ഇത് നാളെ എന്താ പറയാ വറക്കാം, അതേ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാത്രി ഞാൻ രമേശേട്ടനും മിത്തുകുട്ടിക്കും വറുത്ത് കൊടുക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ നാളേക്കാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിലേ മീന്
പരട്ടി വെക്കണ്ട, മസാല പരട്ടി വെക്കാതിരിക്കുകയാണ് നല്ലത്. ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഫ്രീസറിൽ വെക്കാം. മസാല പരട്ടുമ്പോൾ േക്കാളും കൂടുതൽ ടേസ്റ്റ് മസാല പരട്ടാതെ ചിക്കൻ ആണെങ്കിൽ മസാല പരട്ടി വെക്കാം, കാരണം മാക്സിമം ചിക്കനിലേക്ക് അത് പിടിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. പക്ഷെ ഫിഷ് നമ്മൾ നെക്സ്റ്റ് ഡേക്കാണ് എടുക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ക്ലീൻ ചെയ്ത് അങ്ങനെ പ്ലെയിൻ ആയിട്ട് വെച്ചാൽ മതി. നെക്സ്റ്റ് ഡേ ആയിട്ട് അത് മസാല പരട്ടി വെക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഫ്രഷ് ടേസ്റ്റ് പോകും, ഒരു ഉണക്ക ടേസ്റ്റ് പോലെയാണ് വരിക. അത് മാത്രമല്ല ഇങ്ങനെ വെക്കുമ്പോൾ ഒരു 4-5 ദിവസം വരെ നമുക്ക് അങ്ങനെ ഫ്രീസറിൽ കേടുകൂടാതെ, നല്ല ഫിഷ് ആണെങ്കിൽ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പം ഇത് നല്ല ഫിഷാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് എന്താ വെച്ചാൽ ഉണ്ണിമേരി എന്ന് പറഞ്ഞ സിനിമ നടിയുടെ കണ്ണ് പോലെയാണ് ആ മീനിൻ്റെ, അതിനുശേഷമാണ് അതിന് ഉണ്ണിമേരി പേര് വന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ. രീതി എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ് വന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഈ മീനില്ല, നമ്മുടെ നാട്ടിൽ ഈ മീനില്ല ഉണ്ണിമേരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സംഭവം എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളി ടേസ്റ്റ്. ഇതിൻ്റെ പേരും അത് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഇതെന്നാണല്ലോ വാങ്ങാം, ഓൺലൈൻ സ്റ്റോർ ഉണ്ട് ഇവിടെ, ഒരു മലയാളി ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് വാങ്ങുമ്പോൾ അവരിടുന്ന പേര് ഉണ്ണിമേരി എന്നാണ് അതിന്. പിന്നെ വേറെ പേര് അവരിടാറല്ലോ, ഉണ്ണിമേരി എന്ന് പറഞ്ഞിട്ടാണ് ഇടാറ്. അപ്പം അതുകൊണ്ട് എന്താണ് അതിൻ്റെ പേര് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അമൂറാണോ തോന്നുന്നു, പക്ഷെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് അമൂറല്ല എന്നുള്ളത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിന് പേര്, എന്തുകൊണ്ടാണ് അതിന് ഉണ്ണിമേരി എന്നുള്ള പേര് വന്നതെന്ന് അറിയുന്നവർ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കോട്ടയം സൈഡ് ആ ഭാഗത്തൊക്കെ ഇത് സ്ഥിരമാണെന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് എന്നുള്ളത്. അപ്പം അതൊന്ന് പറയൂ കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് തുടങ്ങി, നല്ല മണം വരുന്നുണ്ട്, നാട്ടിലെ മണം. അപ്പോൾ എല്ലാവരുടെയും വെക്കേഷൻ പരിപാടികളൊക്കെ ഇവിടെ വരെ എത്തി. എല്ലാവർക്കും വെക്കേഷൻ തുടങ്ങി, ഇവിടെ വെക്കേഷൻ ആയിട്ടില്ല. അപ്പം നമ്മൾ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ നാട്ടിലൊക്കെ പോകുന്നതാണ് എന്ന് വിചാരിക്കുന്നു. രംഷേട്ടന് എന്തായാലും ഫുൾ ടൈം ട്രാവലിങ്ങും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ചു ഇൻറ്റീരിയർ ആകുമ്പോൾ പിന്നെ ഇവിടെ ഇരിക്കുക. അപ്പം അതിന് മുന്നുള്ള ഓട്ടത്തിലാണ് എല്ലാ മെറ്റീരിയലും മാക്സിമം. ഞാൻ നാട്ടിലാവുന്ന സമയത്ത് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം പോണതിൻ്റെ മുന്നേ എല്ലാ സാധനങ്ങളും സെലക്ട് ചെയ്യലും പരിപാടികളൊക്കെയാണ്. അപ്പം കാരണം എല്ലാം എടുത്തു കൊടുത്ത് പോയാൽ എനിക്കൊരു സമാധാനമുണ്ട്. അല്ലാതെ പിന്നെ എനിക്ക് വന്നിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമായിരിക്കും. കാരണം ഞാൻ പറയണതാണ് ഫൈനൽ. പക്ഷേ എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ല. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിലും ഞാനാണല്ലോ കൂടുതൽ വീട് കൈകാര്യം ചെയ്യുന്ന ആൾ. അപ്പം എനിക്കല്ലേ കൂടുതൽ കാര്യങ്ങൾ കിച്ചണിലാണെങ്കിലും എങ്ങനെ വേണം, എന്താവും നന്നാവുക എന്ന് എനിക്കായിരിക്കും ഓഫ് കോഴ്സ് കൂടുതൽ അറിയാം. അപ്പോൾ വണ്ടിയാണ് രംഷേട്ടൻ്റെ മെയിൻ. വീട് രംഷേട്ടൻ്റെ ഐഡിയാസാണ് ഭയങ്കരം. അതല്ലാതെ അതിന് ഇന്ന വേണം, ഇന്നതുപോലെ വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്താണോ ക്വാളിറ്റി അങ്ങനെ വേണമെന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് കറക്റ്റായിട്ട് ഇന്നത് വേണമെന്ന് ഭയങ്കരമായ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാട് പോലെ തന്നെ സാധനങ്ങൾ കിട്ടണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓട്ടത്തിലാണ്. അപ്പോൾ ഇതാ ഏകദേശം മസാലയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ പൊടികളുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറുത്ത പൊടികളാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെക്കാം കേട്ടോ. കുറച്ച് ടൈം എടുക്കും കുക്കാവാൻ. സ്ലോ കുക്കിംഗ് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ടൈം എടുത്ത് ഒരു 20-25 മിനിറ്റിൽ മെല്ലെ കുക്കായാൽ മതി. നമുക്ക് കുറച്ച് വെള്ളത്തോടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കാരണം ചോറിനല്ലേ, ഒരുപാട് വെള്ളമല്ല. അപ്പം നമ്മുടെ ചിക്കൻ ഇതാ അവിടെ നന്നായി തിളച്ച് മറിയുന്നുണ്ട്. അവിടെ മെല്ലെ കിടന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് ഞാനിവിടെ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി, അപ്പോൾ ചോറ്, വെണ്ടയ്ക്ക ഉപ്പേരി, ചിക്കൻ കറി, കടുമാങ്ങ അച്ചാറ്. അപ്പം കടുമാങ്ങ അമ്മ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ആ കടുമാങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. നല്ല ഇങ്ങനെ തിക്കായിട്ടുള്ള അതിൻ്റെ ഗ്രേവി, അതിൻ്റെ അച്ചാറിൻ്റെത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫുഡ് വേൾഡ് ചാനലിൽ. ഒന്നും കൂടെ കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ നേരത്തെ ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചേർത്തതാണ്. അതിലെങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലോണം തിക്ക് ഗ്രേവി ആവണം. പിന്നെ ചിക്കനും മീനൊക്കെ അറിയാമല്ലോ, ഇങ്ങനെ ഇരിക്കും തോറുമാണ് ടേസ്റ്റ്. ഇത് രാത്രി എടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആവും. ഉണ്ടാക്കി ഉടനെ കഴിക്കരുത് കേട്ടോ ചിക്കനും മീനൊക്കെ.
അത് കുറച്ച് നേരം വെക്കണം. അപ്പോൾ ഇന്നത്തെ അടിപൊളി ലഞ്ച് ഇതാ റെഡിയായി. ചോറ്, ഇന്നലത്തെ സാമ്പാർ കുറച്ചുണ്ടായിരുന്നു കേട്ടോ, മുരിങ്ങക്കായ വറുത്തരച്ച സാമ്പാർ. അപ്പോൾ അതും പിന്നെ ഞാൻ കുറച്ച് വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നല്ല അവിയലാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചോറും ചിക്കൻ കറിയും അവിയലും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അതാ നല്ല കുറുകിയ ചിക്കൻ, ഓൾറെഡി നന്നായിട്ട് കുറുകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൺസിസ്റ്റൻസി, ഇതിൻ്റെ കൂടെ ദോശയും പുട്ടും എല്ലാം അടിപൊളിയാണ്. ഇനി രാത്രിയാകുമ്പോഴേക്കും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു കടുമാങ്ങ അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തല്ലേ വേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. കുട്ടി തീയാരൊക്കെ വെച്ചിട്ട് ഇതെന്തെന്ന് ഇത് വെക്കാനൊരു കാരണം? രസല്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? കഴിച്ചോക്കിട്ടില്ലേ? യുവർ ഫേവറേറ്റ് ചിക്കൻ. അടിപൊളിയാ? അടിപൊളി. അപ്പം എല്ലാവരും ഈ ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കുക അല്ലേ? ഇന്നത്തെ കുട്ടിയുടെ ഗ്യാരണ്ടി. അപ്പം ഇന്നത്തെ കുക്കിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ പറഞ്ഞോളൂ. ബൈ.